ഓക്കെ ഗൈസ്, 2000 കിലോമീറ്റർ നമ്മുടെ ഹാരിയർ EV എത്തിയിരിക്കുകയാണ്. 2000 കിലോമീറ്ററിൽ എൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ പ്ലസ് എനിക്ക് തോന്നിയ കുറ്റങ്ങൾ കുറവുകളെല്ലാം പറയാമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ എന്തായാലും യൂട്യൂബിൽ കാണും. ഓക്കെ, ആദ്യം തന്നെ എനിക്ക് വണ്ടിയുടെ കംഫോർട്ടിൻ്റെ കാര്യം തന്നെ പറയാം. അന്യായ കംഫോർട്ടാണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ് ഉണ്ടാക്കി കിടക്കുന്നത്, നിങ്ങൾ കണ്ടുണ്ടായിരിക്കും. ഇത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഇതിൻ്റെ ഇലക്ട്രിക് ഞാൻ എടുത്തത്. അത് മേച്ചോണ്ട് വെച്ചിട്ട് പാടാണ്, എൻ്റെ ഓണർ പറയലുണ്ട്, എന്നാലും ഞാൻ പറയുകയാണ് അത് മേച്ചോണ്ട് പോകാൻ പാടാണ്. പക്ഷേ ഇവനെ മേച്ചോണ്ട് പോകാൻ അസ് ഓഫ് നൗ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ മെയിനായിട്ട് പറയേണ്ടത് ഈ വണ്ടിയുടെ ടയറാണ്. ഈ വണ്ടി ടയർ ലൈഫ് എനിക്ക് അധികകാലം നീണ്ടു പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 19 ഇഞ്ചിൻ്റെ B6-ലും XCV9-ലൊക്കെ വരുന്ന സെയിം പ്രൊഫൈലുള്ള ടയർ തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. പക്ഷേ ഈ 2000 കിലോമീറ്റർ തന്നെ വണ്ടി ടയർ നല്ലപോലെ തേയുന്ന ഫീല് എനിക്ക് പേഴ്സണലി അങ്ങനെ തോന്നുന്നുണ്ട്. ജസ്റ്റ് നമ്മൾ കാല് കൊടുക്കുമ്പോഴാണെങ്കിലും അങ്ങനെ ഈ പെട്ടെന്ന് ഇങ്ങനെ കിടന്ന് കറങ്ങി പുക പോകുന്ന പരിപാടിയൊന്നുമില്ല. ഭയങ്കര സോഫ്റ്റ് ആണ് ഇതിൻ്റെ ടയർ. അതുകൊണ്ട് തന്നെ ചെറിയ കല്ലി കയറുമ്പോൾ ചെറിയ മുള്ളി കയറുമ്പോഴൊക്കെ ടയർ പൊളന്നു പോകുന്ന കുറേ സീനുകൾ ഞാൻ ഇതിനകത്തുണ്ട്, കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചില സ്ഥലങ്ങളിൽ കല്ല് കൊള്ളുന്ന സമയത്ത് ടയർ ഇങ്ങനെ പൊളന്നു വരുന്നുണ്ട്. ഓക്കെ, ഒരു ഡീസലിൻ്റെ 12,000 കിലോമീറ്റർ ഓടിയ ഹാരിയറിൻ്റെ ടയറിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. ആ സമയത്ത് 2000 കിലോമീറ്റർ ഓടിയ ടയറിൻ്റെ അവസ്ഥയാണ് നിങ്ങൾ കാണുന്നത്. നമുക്ക് ഇതിലേതാണ് കുറച്ചുകൂടെ ലൈഫ് കിട്ടുന്നത്. നമുക്ക് ഹാർഡ് ടയർ, സോഫ്റ്റ് ടയർ. അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ റിവേഴ്സിൻ്റെ സിസ്റ്റത്തെ പറ്റിയാണ്. അത്യാവശ്യം നല്ല നെഗറ്റീവ് പറയാനുള്ള സാധനമാണ് ഇത്. ഭയങ്കര പവറുള്ള വണ്ടിയാണ്, സമ്മതിച്ചു. പക്ഷേ നമ്മൾ ആക്സിലേറ്റർ റിവേഴ്സിൽ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കൺട്രോളിലല്ലാതെ വണ്ടി ചാടിപ്പോകുന്നൊരു പ്രകൃതം എനിക്ക് ഇതുവരെ ഓടിച്ചിൽ നിന്ന് മനസ്സിലായി. നമ്മൾ ജസ്റ്റ് ഒന്ന് കയറ്റം കയറാനോ പവറിന് വേണ്ടി ജസ്റ്റ് ഒന്ന് കാല് കൊടുക്കുന്ന സമയത്ത് ആവശ്യമില്ലാതെ വലിച്ചെടുത്ത് കൊണ്ടുപോകുന്ന ഒരു പരിപാടിയുണ്ട്. അങ്ങനെ 2-3 വട്ടം ഇരിക്കാൻ വേണ്ടി പോയി ദൈവം സഹായിച്ച് ഇതുവരെ അങ്ങനെ സംഭവിച്ചില്ല. പക്ഷേ അതൊരു വലിയ കൺസേൺ ആണ്. അത് ഓടിച്ച് പ്രാക്ടീസ് ചെയ്ത് കയ്യിൽ വഴങ്ങി എത്തണം. ഹാരിയറിൻ്റെ ഇനിയും കുറേ വീഡിയോസ് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഈ കാണുന്ന ഹാരിയർ EV ഫിയർലെസ് പ്ലസിൻ്റെ 75 കിലോമീറ്റർ വരുന്ന ബാറ്ററിയുടെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ഞാൻ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്, അതുകൂടെ കണ്ടു.